പോളിഫേസ് സർക്യൂട്ടിൽ കണ്ടാൽ വിചിത്രമെന്ന് തോന്നുമെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലാത്ത ഒരു പ്രോബ്ലം. ഒരു റെസിസ്റ്റർ 100 ഓം പാരലായിട്ട് 31.8 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നു. കാൽക്കുലേറ്റ് ദ ലൈൻ കറണ്ട് എന്നാണ്. സ്റ്റാർ കണക്റ്റഡ് ആണ്, ബാലൻസ്ഡ് ലോഡാണ്, അല്ലെങ്കിൽ സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്. എല്ലാറ്റിലും ഒരേ ലോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഓം എല്ലാറ്റിലും ഉണ്ട്, 31.8 മൈക്രോ ഫാരഡയും എല്ലാറ്റിലും ഉണ്ട്. നമ്മൾ 31.8 മൈക്രോ ഫാരഡെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കപ്പാസിറ്ററിന്. അതിന് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? 50 ഹെർട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആക്കി മാറ്റണം. അങ്ങനെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 31.8 ഇൻറ്റു 10⁻⁻6 ചെയ്താൽ 100 ഓമാണ് വരിക. കപ്പാസിറ്റർ ആയതുകൊണ്ട് -j100 എന്ന് എഴുതണം. ലൈൻ വോൾട്ടേജ് ആണ് 416. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 416/√3 240 ആണ്. ആംഗിൾ 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അഡ്മിറ്റൻസ്, അതായത് 100 ഓം ആണല്ലോ ഒരെണ്ണം, ഒരു ഫേസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. 100 ഓം ആവുമ്പോൾ 1/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 ആണ് അവിടെ അഡ്മിറ്റൻസ്. അതായത് ഇതൊരു ഭാഗമാണ്, ഇത് രണ്ടാമത്തെ ഭാഗമാണെങ്കിൽ ഒരേ ഫേസിൽ 1/-100 എന്ന് വരും. -j മുകളിലോട്ട് മാറ്റുമ്പോൾ +j ആയിട്ട് മാറും. കാരണം മുകളിലും താഴെയും j കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പം j² വരും. j² എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. മൈനസും മൈനസും ഗുണിച്ചാൽ പ്ലസ് ആയി മാറും. അപ്പോഴേ എന്താവുള്ളൂ? പ്ലസ് വരുള്ളൂ. പക്ഷെ അത് എന്താവണം? പ്ലസ് ആണെങ്കിൽ +j0.1 ആണ്. സംശയം വേണ്ട. ഈ ജേനെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ -1 കൂടെ വരും. ആ മൈനസും ഈ മൈനസും കൂടി ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവിടെ പ്ലസ് ഇട്ടിരിക്കുന്നത്. ടോട്ടൽ അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2 അഡ്മിറ്റൻസും തമ്മിൽ ആഡ് ചെയ്താൽ മതി. 2 അഡ്മിറ്റൻസും തമ്മിൽ ആഡ് ചെയ്താൽ എന്താ വരിക? 0.01 പ്ലസ് j0.01. ഈ ടോട്ടൽ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കണം എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ മൊത്തം മീനിങ്. ഇനി കറണ്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? വോൾട്ടേജിന് ഇമ്പിഡൻസ് കൊണ്ട് ഗുണിച്ചാൽ മതി. 240 വോൾട്ടേജ്, ഇമ്പിഡൻസ് അല്ല അഡ്മിറ്റൻസ് കൊണ്ട് ഗുണിച്ചാൽ മതി വോൾട്ടേജിന്. അപ്പോൾ 200 ഇൻറ്റു 0.1 പ്ലസ് j0.6. അപ്പോൾ എളുപ്പമാണ് അല്ലേ? 240 ഇൻറ്റു 0.01 എന്ന് പറഞ്ഞാൽ 2.4, 5 പ്ലസ് 2 j 2.4 √2 പ്ലസ് 2.4 ടാൻ ഇൻവേഴ്സ് 2.4 ഡിവൈഡ് ബൈ 2.4 1 വരിക. 45 ഡിഗ്രിയാണ് വരിക. ഇത് റൂട്ട് കാൽക്കുലേറ്ററിൽ ചെയ്താൽ 3.39 ആംബിയർ ആണ് വരിക. ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തുല്യമാണ്. ദാറ്റ് ഈസ് 3.39 ആംബിയർ ആണ്. വളരെ സിമ്പിളാണ്. ഇനി നമ്മോട് പവർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. പവർ എന്ന് പറയുന്നത് പവർ അബ്സോർബ്ഡ് പവർ ആണെന്നുണ്ടെങ്കിൽ cos 45 എന്ന് പറഞ്ഞാൽ 0.707 ആണ്. ലീഡിങ് ആണ്, കപ്പാസിറ്റർ ആണല്ലോ. അപ്പോൾ എന്താണ് പറയുക, വോൾട്ടേജിന് കറണ്ട് കൊണ്ട് ഗുണിച്ചാൽ VA ആയി, വോൾട്ട് ആംബിയർ ആയി. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു പെർ ഫേസ് പവറാണ്. കാരണം ഫേസ് വോൾട്ടേജിനെ ഫേസ് കറണ്ട് കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പവറായി വോൾട്ട് ആംബിയർ എന്ന് പറഞ്ഞാൽ 814 ഇൻറ്റു 3 243 ആംബിയർ ആണ്. വോൾട്ട് ആംബിയർ എന്ന് പറയുന്നത് വോൾട്ടേജിന് കറണ്ട് കൊണ്ട് ഗുണിച്ചാൽ 814 814.4 അതിനെ 203 കൊണ്ട് ഗുണിച്ചാൽ ഫേസ് വാല്യൂ ആവും. ഇതിൽ എന്താണ് ഈ ടോട്ടൽ പവർ? ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ I² R ആണ് വരേണ്ടത് അല്ലേ? I² R ആണ് വരേണ്ടത്. അതായത് ഈ ഒരു പവർ മാത്രം എടുത്താൽ മതി. അബ്സോർബ്ഡ് പവർ എന്ന് പറയുന്നത് ഇങ്ങനെ PA എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഫോമിൽ തരികയാണെങ്കിൽ ദറ്റ് ഈസ് PA എന്ന് പറയുന്നതിനെ നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുക. PA എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? S തന്നെയാണ്. ഇപ്പം S തന്നെയാണ് എങ്കിൽ ഈ
ഈ 576 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ റിയൽ പവർ ആയിരിക്കും, ആക്റ്റീവ് പവർ ആയിരിക്കും. വാട്ട്സിലുള്ള പവർ ആയിരിക്കും. അതിനെ 3 കൊണ്ട് ഗുണിക്കുന്നത് ഇത് പെർ ഫേസ് വാല്യൂ ആയതുകൊണ്ടാണ്. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ഈ മാഗ്നിറ്റ്യൂഡിനെ 2 കൊണ്ട് ഗുണിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇനി വോൾട്ടേജിന് അല്ല, അങ്ങനെ വി എ, അതായത് വോൾട്ട് ആംബിയറിനെ കിലോയിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പം 2.433 കിലോ വോൾട്ട് ആംബിയർ ആവും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.